പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദുഃഖിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന, തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ ദൈവത്തെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ പലപ്പോഴും നിരാശപ്പെട്ട് ഒരു വിലയുമില്ലാത്തവളായി എന്നെ മറ്റുള്ളവർ കാണുന്നല്ലോ എന്ന് തോന്നി വിലപിക്കുന്ന ചിലരെങ്കിലും ഇന്നുമില്ലേ? ദുഃഖിക്കുന്ന, പലവിധ കാരണങ്ങളാൽ ദുഃഖിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം മഗ്ദലക്കാരത്തി മറിയയെ കാണുന്നു. അവൾക്ക് ദുഃഖം ശകലം പോലും കുറയ്ക്കുവാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവൾ. കാരണം 7 ഭൂതങ്ങളാൽ ബാധിതയായിരുന്ന അവളെ സൗഖ്യമാക്കിയ, അവളെ സ്നേഹിച്ച കർത്താവിൻ്റെ കല്ലറയ്ക്കൽ അവൻ്റെ ശരീരമെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി ചെന്നവൾ ഒഴിഞ്ഞ കല്ലറ കണ്ടപ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 20:11 നാം ഇങ്ങനെ കാണുന്നു: എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞ് നോക്കി. ഓർത്ത് നോക്കിക്കേ, എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-58 വാക്യങ്ങൾ. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ കർത്താവ് അങ്ങനെ പറയുക മാത്രമല്ല, നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ നാം താമാറിനെ കുറിച്ച് കാണുന്നുണ്ട്. താമാർ അനുഭവിച്ച ദുഃഖത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം, അല്ലേ? സോറോ നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൽ നമ്മൾ രക്തസ്രാവക്കാരിയെ കാണുന്നു. അവൾ കടന്നുപോയ ആ അവസ്ഥ അതും നമുക്കറിയാം, അല്ലേ? പ്രൈസ് ഗോഡ്. In many ways you and I can relate to this type of suffering, can't we? We understand this type of grief, ഇല്ലേ? തീർച്ചയായിട്ടും. എന്നാൽ ഒരു കാര്യം കൂടെ നമുക്കറിയാം, ദുഃഖിക്കുന്ന, കരയുന്ന നമ്മളെ ഒരു കാലത്തും വിട്ടിട്ട് നമ്മുടെ കർത്താവ് നമ്മെ വിട്ടുപോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കരച്ചിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ചെവിയിലെത്തും. അവൻ്റെ ചെവിയിലെത്തിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അടങ്ങിയിരിക്കുമെന്ന്? ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. സങ്കീർത്തനം 18:6 വാക്യം ഇങ്ങനെ പറയുന്നു. Psalm 18:6. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ഞാൻ പറയട്ടെ, നമ്മൾ ഇതുപോലൊന്ന് നിലവിളിക്കുന്നത്, ദുഃഖിക്കുന്നത്, കരയുന്നത് അത് ഹെൽത്തിയാണ്. കാരണം അത് നമ്മെ എവിടേക്ക് കൊണ്ടുപോകുന്നറിയാമോ? നമ്മുടെ യേശുവിൻ്റെ പാദത്തെങ്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 5:4 ഇങ്ങനെ പറയുന്നു: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അല്ലേ ദൈവമക്കളെ? മത്തായിയുടെ സുവിശേഷം 11:28 ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തീർച്ചയായിട്ടും മനസ്സിലാക്കണമേ, നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ ദുഃഖത്തിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ സ്വർഗത്തിലെ പിതാവുണ്ട്. നിൻ്റെ കഥ എന്തു തന്നെയെങ്കിലും ആയിക്കോട്ടെ, അവൻ തൻ്റെ വാഗ്ദത്തം തന്ന് നിന്നെ ബലപ്പെടുത്തും. നമുക്കവനെ ട്രസ്റ്റ് ചെയ്യാം. നമ്മുടെ ഏത് പെയിൻഫുൾ സീസണാണെങ്കിലും അവൻ നമ്മെ കരങ്ങളിൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇതുപോലെയുള്ള ദുഃഖങ്ങളൊക്കെ വന്നപ്പോൾ ദാവീദ് ചെയ്തെന്താണെന്നറിയാമോ?
അവൻ സ്വർണ്ണ ഗീതങ്ങൾ എഴുതി. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള ചില സങ്കീർത്തനങ്ങൾ എടുത്ത് വായിച്ച് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുമോ? തിരുവചനം നമ്മെ ആശ്വസിപ്പിക്കും. സങ്കീർത്തനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലതൊക്കെ നീ ഇപ്പോൾ കടന്നു പോകുന്ന ഗ്രീവിങ് പ്രോസസ്സുമായിട്ട് നിന്നെ കണക്ട് ചെയ്യാറില്ലേ? ആ ഭാഗങ്ങളൊക്കെ കുഞ്ഞെ അണ്ടർലൈൻ ചെയ്യുക. ചില വാക്യങ്ങൾ ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ടു യു, അങ്ങനെ നിനക്ക് തോന്നാറില്ലേ? അങ്ങനെ തോന്നുമ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യുക, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് വീണ്ടും വായിക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് ബലമായി തീരും. അങ്ങനെ ബലം പ്രാപിച്ച് നിനക്ക് മറ്റുള്ളവരെ ബലപ്പെടുത്തുവാനും കഴിയും. ഈ റിജക്ഷൻ ഈ വാക്ക് അറിയാത്തവരാരും തന്നെ കാണത്തില്ല, അല്ലേ? ആ വാക്കിനകത്ത് ഒളിച്ചിരിക്കുന്നത് വേദനയാണ്. ആ വാക്കിനകത്ത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇല്ലാതാവുക, നമ്മുടെ വില ഇല്ലാതാവുക. പലപ്പോഴും പല മണ്ഡലങ്ങളിലും, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഷെയിം, നാണക്കേട് നുരച്ച് നമ്മെ മാനം കെടുത്തുന്ന അവസ്ഥകളുണ്ടാകും, അല്ലേ? പ്രൈസ് ഗോഡ്. കുടുംബജീവിതത്തിലും പലവിധമായിട്ടുള്ള വിഷയങ്ങളാൽ ഭാരപ്പെടുമ്പോൾ അൺലവബിളാണല്ലോ, റിയലി ഞാൻ അൺലവബിളാണല്ലോ എന്ന് തോന്നുമ്പോൾ ദൈവവേദലേ ദൈവത്തിൽ ആശ്രയിക്കുക. യെസ്, നിൻ്റെ ഹൃദയത്തോട് തന്നെ പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക്, പരമാനന്ദമായ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക് ചെല്ലും. അവൻ എന്നെ തീർച്ചയായിട്ടും ആശ്വസിപ്പിക്കും. പ്രൈസ് ഗോഡ്. സെഫന്യാവ് 3:17. നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ മധ്യേ ഉള്ളപ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം, നമ്മുടെ വായിൽ സന്തോഷത്തിൻ്റെ പാട്ട് തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമാണ് സെഫന്യാവ് 3:17. ദൈവം നമ്മിൽ സന്തോഷിക്കുമെന്ന്. ഗോഡ് ഡിലൈറ്റ്സ് ഇൻ us. അവൻ്റെ സ്നേഹം കടന്നു വന്നിട്ട് നമ്മുടെ ഭയത്തെ എല്ലാം കാം ചെയ്യും. നമുക്ക് പാടുവാനുള്ള കൃപ അവൻ തരും. അതിശയകരമായി അവൻ നമ്മെ കംഫേർട്ട് ചെയ്യും. വ്യക്തിപരമായി അവൻ നമ്മെ ഉയർത്തും. അതുകൊണ്ട് ഈ സൃഷ്ടാവിനെ ഒന്ന് ആരാധിപ്പാൻ തക്കവണ്ണം സമർപ്പിച്ചു കൊടുക്കുമോ? ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് അളക്കാൻ നമുക്ക് പറ്റത്തില്ല. അത്രമാത്രം അവൻ നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് അവൻ വില കൽപ്പിക്കുന്നു. ഇതൊക്കെ ഓർത്ത് ഒന്നാശ്വാസം പ്രാപിക്കുവാനായിട്ട് കഴിയുമോ? സങ്കീർത്തനം 36:7, Psalm 36:7. ദൈവമേ, നിൻ്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിനിൽ ശരണം പ്രാപിക്കുന്നു. ദൈവമക്കളെ, യുവർ ഫെയ്ത്ത്ഫുൾ ലവ് ഇസ് പ്രൈസ്ലെസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇത് ഒന്ന് വിശ്വസിക്കാമോ? ദൈവത്തിൻ്റെ സ്നേഹം ഫെയ്ത്ത്ഫുള്ളാണ്. അവൻ്റെ സ്നേഹം വിലമതിക്കാൻ പറ്റാത്തതാണ്. അവൻ നമുക്ക് ശരണമാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. സ്നേഹത്തിൻ്റെ ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ഉണ്ടല്ലോ, എണ്ണിയാൽ തീരത്തില്ല. ആർക്കും അവൻ്റെ സ്നേഹം നമ്മിലേക്ക് അവൻ പകരുന്നത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കൺഫ്യൂഷനും കയോസും എല്ലാം റിജക്ഷൻ്റെ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ പലപ്പോഴും പറ്റുന്നത് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, വിലമതിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകും. അങ്ങനെ തെറ്റായ ചിന്തയിലേക്ക് വീണു പോകുവാൻ ഇടയാകരുതേ. For God so loved the world so much that he gave his only son. അവൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കൊണ്ട് അവൻ സ്നേഹിച്ചെങ്കിൽ ഇതിലും വലിയ സ്നേഹം എവിടെയാണ് ദൈവവേദലേ? അതുകൊണ്ട് ഈ സത്യം വിശ്വസിച്ച് ഇതിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമോ? പ്രൈസ് ഗോഡ്. മനസ്സിലാക്ക്, ഹൃദയത്തിൽ മറക്കാതെ എഴുതി വെക്ക്, ജീസസ് ലവ്സ് മീ. പ്രൈസ് ഗോഡ്. ഒരു പാട്ടുണ്ടല്ലോ, ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ. യെസ് കുഞ്ഞെ, നീ അറിഞ്ഞിരിക്കണം,
ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ കൈവിടത്തില്ല. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധിയുടെയും പ്രതികൂലങ്ങളുടെയും കർത്താവേ മധ്യത്തിൽ ഞങ്ങൾ പെട്ടുപോകുമ്പോൾ നിന്നെയോട് നിലവിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന വലിയ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും കുറച്ച് കാണുവാനിടയാകരുതേ. ആ സ്നേഹത്തിൽ ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണം. സർവ്വമഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.